ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. ഈ ഒരു മാച്ചിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവരാണ് ഡയറക്റ്റ് ഫൈനലിലോട്ട് പോകുന്നത്. സോ ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസമേറിയ ഒരു മത്സരമായിരിക്കും. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവൽ വരെ കിട്ടത്തുള്ളൂ, പക്ഷേ അതിനപ്പുറം മാക്സിമം എല്ലാ പ്ലെയേഴ്സിൻ്റെയും കഴിവ് തന്നെ ആയിരിക്കും, എല്ലാവരുടെയും ടാലൻറ്റ് മാക്സിമം പുറത്തോട്ട് കൊണ്ടുവരുന്ന ഒരു മാച്ചസ് ആയിരിക്കും ഇത്. സോ കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ ആവാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്, പ്രഡിക്റ്റബിൾ ആവാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. പക്ഷേ കൂടുതൽ എനിക്ക് തോന്നുന്നത് അൺപ്രഡിക്റ്റബിൾ ആവാനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്നത് ജൂൺ 1 കൃത്യം 7:30 മത്സരം നടക്കുന്നത്. മറ്റെവിടെയല്ല, നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയം, ഗുജറാത്തിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് മാച്ച് നടക്കുന്നത്. പിച്ചിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അതിന് മുന്നേ നമുക്ക് പിച്ചിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണമല്ലോ. പിന്നെ ഇപ്പം നമുക്ക് ഇവിടെ മാച്ചസ് എടുത്ത് നോക്കിയാൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ പിച്ച് കൺഫേം ചെയ്ത് ലാസ്റ്റ് മാച്ചിൽ ഒരു ചെറിയ ഇഷ്യൂ വന്നുകൊണ്ടാണ് ഒന്നുകൂടെ കൺഫേം ചെയ്ത്. അപ്പോൾ ഈ ഒരു പിച്ചിൻ്റെ നാച്ചുറലിനെ പറ്റി പറയുകയാണെങ്കിൽ ആവറേജ് സ്കോറായിട്ട് 172 റൺസാണ്. മിനിമം 172 റൺസ് ഏത് ബാറ്റിംഗ് ചെയ്ത ടീമാണെങ്കിലും ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്താൽ ഏകദേശം അതുവരെ എത്തുന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ ബൗളിങ്ങിനാണ് കുറച്ചുകൂടെ, അതായത് ഫാസ്റ്റ് ബൗളിങ്ങിനാണ് കുറച്ചുകൂടെ ഇവിടെ ഫേവർ ആയിട്ടുള്ളത്. അതായത് ഏകദേശം ഫാസ്റ്റ് ബൗളേഴ്സ് 243 വിക്കറ്റ്സും സ്പിന്നേഴ്സ് 119 വിക്കറ്റ്സുമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ടേക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ മാച്ച് ടൈപ്പിനെ പറ്റി പറയുന്ന സമയത്ത് സ്പിന്നേഴ്സിന് ചില സമയത്ത് ഇവിടെ ഇമ്പോർട്ടൻസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ബട്ട് കൂടുതൽ നിങ്ങൾ ഈ ഒരു മാച്ചിൽ ഫാസ്റ്റ് ബൗളേഴ്സിനെ ഫോക്കസ് ചെയ്താൽ മതി. കാരണം എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ലാസ്റ്റ് മാച്ച് കണ്ടവർക്കൊക്കെ നല്ല രീതിക്ക് മനസ്സിലാകും. കാരണം ഇപ്പോൾ ഏതൊരു ഇന്നിങ്സ് ആണെങ്കിലും മാക്സിമം റൺസ് സ്കോർ ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ഡെത്ത് ഓവേഴ്സിലായിരിക്കും കൂടുതൽ റൺസ് അടിക്കാൻ ശ്രമിക്കുന്നത്. സോ അതിൽ കൂടുതൽ വിക്കറ്റ് വരാനും പോസിബിലിറ്റീസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ആദ്യത്തെ ബാറ്റ്സ്മാൻമാരൊക്കെ ഒരുപാട് പേര് നല്ല ബാറ്റ്സ്മാൻമാരെ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏകദേശം ഒരു ആവറേജ് ബാറ്റ്സ്മാൻമാരായിരിക്കും. സോ അവർക്ക് പെട്ടെന്ന് ഔട്ടാകാനുള്ള ചാൻസ് കൂടുതലാകും. അപ്പോൾ ഏകദേശം ഒരു സ്പിന്നിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ബോളേഴ്സ് വരുന്ന സമയത്ത് പിന്നെ അവർക്ക് കൂടുതൽ വിക്കറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ബൗളേഴ്സിനെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്ന സമയത്ത് 43 മത്സരങ്ങൾ ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്ത് 20 പ്രാവശ്യം, സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്ത് 22 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഹൈ സ്കോറിംഗ് ഗെയിമാണ്. 190 മുകളിൽ ഏകദേശം 16 പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ. ഇനി പ്ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ സിമ്പിളായിട്ട് പറയാനുണ്ട്. അതായത് ഈ ഒരു മാച്ചിൽ ആരാണ് വിൻ ചെയ്യുന്നത് അവരാണ് ഡയറക്റ്റ് ഫൈനലിലോട്ട് കിടക്കാൻ പോകുന്നത്. സോ അപ്പോൾ ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടീമുകൾക്കും വളരെയധികം പ്രയാസകരമായ ഒരു മാച്ച് തന്നെ ആയിരിക്കും. എസ്പെഷ്യലി നമ്മുടെ നമ്മുടെ പഞ്ചാബിൻ്റെയും മുംബൈ ഇന്ത്യൻസിൻ്റെ സ്ട്രെങ്ത്തിനെ പറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ മുംബൈ ഇന്ത്യൻസിലാണെങ്കിൽ ഒരുപാട് ബൗളിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചാബ് ഒട്ടും മോശമല്ല, ഒരുപാട് ബൗളിംഗ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അവരുടെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിങ്ങിൽ ഒരു ടോപ്പ് ഓർഡർ വീണ് കഴിഞ്ഞാൽ പിന്നെ പഞ്ചാബ് പോക്ക് തന്നെയാണ്. കാരണം ലാസ്റ്റ് ഒരു മാച്ച് നിങ്ങൾ കണ്ടാണ്, നമ്മുടെ RCBൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മത്സരം കണ്ടാണ്. ബാറ്റിംഗ് ടോപ്പ് ഓർഡർ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചാബ് തോൽക്കാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു മുംബൈ ഇന്ത്യൻസിന് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാലും മുംബൈ ഇന്ത്യൻസ് തോക്കാൻ ചാൻസ് ഉണ്ട്, പഞ്ചാബ് ജയിക്കാനും ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബിൻ്റെ ബൗളിംഗ് സ്ട്രെങ്ത് അങ്ങനെയാണ്. ഇപ്പോൾ ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ടീമാണോ അവർ ബൗളിംഗ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ലാസ്റ്റ് നമ്മൾ മുംബൈ ചൂസ് ചെയ്തുള്ള ബാറ്റിംഗ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വിജയകരമാകും എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയമാണ്. കാരണം അത്രയും സൂപ്പറായിട്ടുള്ള ബൗളേഴ്സാണ് നമ്മുടെ പഞ്ചാബിലുള്ളത്. സോ എന്തായാലും പഞ്ചാബിലത്തെ ബൗളേഴ്സിനെ ഒന്ന് ഭയക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ ഏത് ടീമാണോ ടോസ് കിട്ടി ബൗളിംഗ് ചൂസ് ചെയ്യുന്നത് ആ ടീമായിരിക്കും കൂടുതൽ വിന്നാവാനുള്ള പോസിബിലിറ്റീസ്. എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ മാക്സിമം ഒരു 60-70% മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് വിൻ ചെയ്യാനുള്ള ചാൻസസും പ്രോബബിലിറ്റിയും കൂടുതലായിട്ടുള്ളത്. കാരണം ലാസ്റ്റ് മത്സരം കണ്ടവർക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എനിക്ക് 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാനായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കുബേര ഫാൻറ്റസി നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിച്ച് തുടങ്ങിക്കോ. കാരണം അത്രയും യൂസ്ഫുൾ ആയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 പ്ലെയേഴ്സ് ഉണ്ടാകും, നന്നായി കളിക്കാൻ ചാൻസ് ഉള്ള ആരാണോ ജസ്റ്റ് അവരെ നമുക്ക് ചൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ടീം ഇടാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു ഓപ്ഷനുള്ള നമ്മളെ ഒരു കിഡിലനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് കുബേര ഫാൻറ്റസി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ 5 പ്ലെയേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ ബാരിസ്റ്റോനെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാരിസ്റ്റോനെക്കാട്ടിലും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ളത് ഇതിൽ മറ്റാരാന്ന് മാത്രം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ഒരാളെ പിക്ക് ചെയ്തുകൊണ്ട് ക്യാഷ് വിൻ ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ഓപ്ഷനാണ് ഡ്യുവോ. അതുപോലെ തന്നെ ഡ്യുവോ പ്രോ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ അറ്റ് എ ടൈം 2 പ്ലെയേഴ്സിനെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഇവിടെ ടോപ്പ് ഓർഡറിൽ ഇപ്പോൾ ചോവണി ബാരിസ്റ്റോനെ എടുത്തു തന്നെ അതുപോലെ തന്നെ ബൗളിങ്ങിൽ നിന്ന് ഒരാളെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ജാസ്പ്രീത് ബുംറ എടുക്കാം. അപ്പോൾ 2 പെയറായിട്ട് നമുക്ക് ഇവിടെ ഇറക്കാൻ സാധിക്കും, 2 പേരായിട്ട്. സോ നല്ല
രീതിക്ക് ക്യാഷ് ഇൻ ചെയ്യാൻ പറ്റുന്ന കിഡിലനായിട്ടുള്ള ഫീച്ചേഴ്സാണ് നമ്മുടെ ഈ ഒരു കുബേര ഫാൻറ്റസിയിലുള്ളത്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വിഷൻ 11 ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യണമെങ്കിൽ ഇതും ട്രൈ ചെയ്തു. കാരണം 1 lakh rupees ഫ്രീ ഗീവ് ഡെയിലി ഇവർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു മുംബൈ പഞ്ചാബ് മാച്ചിലും ഇവർ 1 lakh rupees ഗീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ, 0 rupees ജോയിൻ ചെയ്ത് വന്ന് ഏകദേശം ഫസ്റ്റ് വന്ന് 10,000 ആണ് കിട്ടുന്നത്. സോ എന്തായാലും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു മൈ മാസ്റ്റർ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യണമെങ്കിൽ ഇതിലും ആ ഒരു സെയിം ആ ഗീവ് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ മുംബൈ പഞ്ചാബ് മാച്ചിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഫീച്ചർ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അതായത് 0 rupees കോൺടസ്റ്റും കാര്യങ്ങളൊക്കെ. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐ തിങ്ക് ഇതിൽ ഓപ്പണായി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് വരുന്നതായിരിക്കും. സോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഫോക്കസ് 11, XL11 ഇതൊക്കെ നമുക്ക് സ്മോൾ ലീഗ്സ് കളിക്കാൻ പറ്റിയ നല്ല ആപ്ലിക്കേഷൻസ് ആണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ ക്യാഷ് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും. ഒബ്വിയസ്ലി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതാണ് മെയിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ തരാറുള്ളത്. സോ എന്തായാലും ഒന്ന് കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. then അതുപോലെ തന്നെ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് പഞ്ചാബിത്തെ പ്ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നോക്കാം. പ്രിയനാശാര്യ ലാസ്റ്റ് മത്സരം ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ഏകദേശം 70 runs അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് ഒരു ഇന്നിങ്സ് കളിച്ചിട്ട് 62 runs അദ്ദേഹം നേടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സിമ്രാൻ സിംഗിനെ പറ്റി പറയുന്ന സമയത്ത് ലാസ്റ്റ് മത്സരം 50 runs എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിൽ 4 മത്സരം കളിച്ച് 59 runs ആണ് നേടിയിട്ടുള്ളത്. എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് 4 മത്സരം കളിച്ച് 48 runs ആണ് എടുത്തിട്ടുള്ളത്. ശ്രേയസ് അയ്യർ ആണെങ്കിലും ലാസ്റ്റ് മത്സരം പെട്ടെന്ന് ഔട്ടായി പോയി. പക്ഷേ ഇതതിന് മുന്നത്തെ പെർഫോമൻസ് വൈസ് ആണ് കേട്ടോ പറയുന്നത്. ഈ ഒരു ഗ്രൗണ്ടിലാണെങ്കിൽ 2 മത്സരം കളിച്ചിട്ട് 155 runs ആണ് അവർ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് ശ്രേയസ് അയ്യർ 19 ഇന്നിങ്സ് കളിച്ചിട്ട് 414 runs എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ജോഷ് ഇംഗിൾസ് ആണെങ്കിലും മുംബൈ ഇന്ത്യൻസ് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മത്സരം കളിച്ച് 73 runs നേടിയിട്ടുണ്ട്. റീസെൻറ്റ് കുറച്ച് പുവർ ഫോമാണ്, ബട്ട് അദ്ദേഹം കളിച്ച് കഴിഞ്ഞാൽ നല്ല റൺസും വരും കേട്ടോ. അതുപോലെ തന്നെ നഹിൽ വധേരയെ പറ്റി പറയുന്ന സമയത്ത് അഗെയിൻസ്റ്റ് ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 2 ഇന്നിങ്സ് കളിച്ച് 44 runs എടുത്തിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസ് അഗെയിൻസ്റ്റ് ഒരു മത്സരം കളിച്ച് 2 runs എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ശശാങ്ക് സിംഗ് ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ച് 105 runs എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് ഒരു മത്സരം കളിച്ച് 41 runs ആണ് എടുത്തുള്ളത്. മാർക്കസ് സ്റ്റോണിസ് ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം ഒരു വിക്കറ്റും 52 runs കൊടുത്തിട്ടുണ്ട്. അത് 5 ഇന്നിങ്സുകളിലൂടെ കേട്ടോ. മുംബൈ ഇന്ത്യൻസിൻ്റെ അഗെയിൻസ്റ്റ് 16 ഇന്നിങ്സ് ബോൾ ചെയ്തിട്ട് 13 വിക്കറ്റ് 340 റൺസുമാണ് നേടിയിട്ടുള്ളത്. കീ ഓൾറൗണ്ടറാണ്. അതുപോലെ തന്നെ മുഷീർ ഖാനെ പറ്റി പറയുന്ന സമയത്തും അദ്ദേഹം വലിയ റെക്കോർഡ്സ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഒമ്രാസി ഈ ഒരു ഗ്രൗണ്ടിൽ 4 വിക്കറ്റും 33 റൺസുമാണ് നേടിയിട്ടുള്ളത്. മുംബൈന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മത്സരം കളിച്ച് 2 വിക്കറ്റും 17 റൺസും നേടിയിട്ടുണ്ട്. കെയിൽ ജെയിംസനെ പറ്റി പറയുന്ന സമയത്ത് 2 മത്സരമാണ് ഇവിടെ കളിച്ചിട്ടുള്ളത്. 3 വിക്കറ്റ് നേടിയിട്ടുണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ. മുംബൈന് അഗെയിൻസ്റ്റായി 3 മത്സരം കളിച്ച് 1 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാർപ്രീത് ബാർ അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 3 മത്സരം കളിച്ച് 5 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് 5 മത്സരം കളിച്ച് 1 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. ഹർഷദീപ് സിംഗ് ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 3 മത്സരം കളിച്ച് 3 വിക്കറ്റും അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് 8 മത്സരം കളിച്ച് 10 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചഹാലാണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 8 ഇന്നിങ്സ് കളിച്ച് 6 വിക്കറ്റും മുംബൈന് അഗെയിൻസ്റ്റ് ആയിട്ട് 20 മത്സരം കളിച്ച് 29 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് പ്ലെയേഴ്സിനോട് നോക്കുന്ന സമയത്ത് രോഹിത് ശർമ്മയാണ്. അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 7 ഇന്നിങ്സ് കളിച്ച് 150 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് 31 ഇന്നിങ്സ് കളിച്ചിട്ട് 871 റൺസ് നേടിയിട്ടുണ്ട്. ജോണി ബാരിസ്റ്റോ ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു മത്സരം കളിച്ച് 22 റൺസും അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 4 മത്സരം കളിച്ചിട്ട് 180 റൺസ് നേടിയിട്ടുണ്ട്. ആവറേജ് 60 ആണ്. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 4 മത്സരം കളിച്ച് 141 റൺസും അഗെയിൻസ്റ്റ് പഞ്ചാബിനുമായിട്ട് 19 ഇന്നിങ്സ് കളിച്ചിട്ട് 562 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബെവോൺ ജേക്കബ് അല്ലെങ്കിൽ അഷ്ലങ്ക ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഇവരുടെ റെക്കോർഡ്സ് പറയുന്ന സമയത്ത് 2 പേരും അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ്. അതുപോലെ തന്നെ തിലക് വർമ്മയാണ്. അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 4 മത്സരം കളിച്ച് 109 റൺസും അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 5 മത്സരം കളിച്ച് 100 റൺസ് നേടിയിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യയെ പറ്റി പറയുമ്പോഴും അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 11 ഇന്നിങ്സ് കളിച്ച് 7 വിക്കറ്റും 246 റൺസ് നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 5 ഇന്നിങ്സ് കളിച്ചിട്ട് 282 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നമാൻതീറ ആണെങ്കിലും വലിയ റെക്കോർഡ്സ് ഒന്നും ഇല്ല. ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ച് 28 റൺസ് നേടിയിട്ടുള്ള. പഞ്ചാബിൻ്റെ അഗെയിൻസ്റ്റ് ഒരു മത്സരം കളിച്ച് 20 റൺസുമാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മിച്ചൽ സാന്തർ 3 മത്സരമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 2 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് 3 മത്സരം കളിച്ച് 3 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ദീപക് ചഹാർ ആണെങ്കിലും 3 മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 2 വിക്കറ്റും അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 11 ഇന്നിങ്സ് കളിച്ചിട്ട് 7 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജാസ്പ്രീത് ബൂംറയെ പറ്റി പറയുമ്പോൾ 2 മത്സരം കളിച്ചിട്ട് 3 വിക്കറ്റാണ് ഈ ഒരു ഗ്രൗണ്ടിൽ നേടിയിട്ടുള്ളത്. പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് 17 ഇന്നിങ്സ് കളിച്ചിട്ട് 24 വിക്കറ്റ്
വിക്കറ്റ് നേടിയിട്ടുണ്ട്. ട്രെന്റ് ബോൾട്ട് ആണെങ്കിൽ നല്ല പെർഫോമൻസ് ആണ്, 5 ഇന്നിംഗ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 5 വിക്കറ്റ് നേടിയിട്ടുണ്ട്. പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് 12 ഇന്നിംഗ്സ് കളിച്ച് 11 വിക്കറ്റ് നേടിയിട്ടുണ്ട്. കരൺ ശർമ്മയാണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 3 മത്സരം കളിച്ചിട്ട് 2 വിക്കറ്റും അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 9 മത്സരം കളിച്ച് 7 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. ടോട്ടലി നമ്മുടെ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബും തമ്മിൽ 33 പ്രാവശ്യം ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 16 പ്രാവശ്യം പഞ്ചാബും 17 പ്രാവശ്യം മുംബൈ ഇന്ത്യൻസുമാണ് വിൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു മാച്ച് ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ മുംബൈ ഇന്ത്യൻസിനാണ് കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ളത്. സോ എൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. സോ നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടോസ് എങ്ങനെയാണോ അതിനനുസരിച്ച് മാക്സിമം ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒബ്വിയസ്ലി ബൗളിംഗ് ഓപ്ഷൻ കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻറ്റസി പോയിൻറ്റ്സിൽ പോയിന്റ് കൂടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ജാസ്പ്രീത് ബൂംറ, അതുപോലെ തന്നെ ഹർഷദീപ് സിംഗ്, ദെൻ ട്രെന്റ് ബോൾട്ട്, അതുപോലെ നമ്മുടെ പഞ്ചാബിലൊരു ഫാസ്റ്റ് ബൗളർ കൂടെ വേണം, കെയിൽ ജെയിംസനെ കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓൾറൗണ്ടേഴ്സിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ഹാർദിക് പാണ്ഡ്യ, മാർക്കസ് സ്റ്റോയിനിസ് 2 പേരും ഈക്വലായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയൊരു ഓപ്ഷൻ ഉണ്ട്, ഒമ്രാസി, അദ്ദേഹത്തെ കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബാറ്റിംഗ് ഓപ്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് നല്ലൊരു പെർഫോമൻസ് ആണ്, രോഹിത് ശർമ്മയാണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വിക്കറ്റ് കീപ്പേഴ്സിലാണെങ്കിൽ നമ്മുടെ ജോണി ബാരിസ്റ്റോനെ തൽക്കാലം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഒരാളെ കൂടെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ശ്രേയസറിനെ എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിക്കറ്റ് കീപ്പിങ്ങിൽ നിന്ന് ഒരാളെ വേണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ബൗളിംഗ് ഓപ്ഷനിൽ നിന്ന് ഒരാളെ ഒഴിവാക്കണം. കെയിൽ ജെയിംസനെ ഒഴിവാക്കിയിട്ട് ബൗളിംഗ് ഓപ്ഷൻ വിക്കറ്റ് കീപ്പിങ്ങിൽ നിന്ന് നമ്മുടെ ഇംഗിൾസോ അല്ലെങ്കിൽ നമ്മുടെ സിമ്രാൻ സിംഗിനെയോ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ ഇംഗിൾസിനെ എടുക്കേണ്ടത്, കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ഒരു മാച്ച്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ക്യാപ്റ്റൻ VC കൂടെ കൊടുത്തതിന് ഏകദേശം ടീം സെറ്റായി. ക്യാപ്റ്റൻസി ഞാൻ നമ്മുടെ സൂര്യകുമാർ യാദവിനെയാണ് കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻസി നമ്മുടെ ജാസ്പ്രീത് ബൂംറയെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ടീം ഇവിടെ സെറ്റായിട്ടുണ്ട്. ടീം ഒന്ന് നോക്കാം. ബാരിസ്റ്റോ, ഇംഗിൾസ്, അതുപോലെ തന്നെ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, അതുപോലെ തന്നെ നമ്മുടെ ശ്രേയസ് അയ്യർ, ഹാർദിക് പാണ്ഡ്യ, മാർക്കസ് സ്റ്റോയിനിസ്, ഒമ്രാസി, അതുപോലെ ട്രെന്റ് ബോൾട്ട്, ജാസ്പ്രീത് ബൂംറ, ഹർഷദീപ് സിംഗ്, ഇത്രയും പേരേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബൗളിംഗ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 3 ഫാസ്റ്റ് ബൗളേഴ്സ് ഉണ്ട്. ഹർഷദീപ് ഉണ്ട്, ഒമ്രാസി ഉണ്ട്, മാർക്കസ് സ്റ്റോയിനിസ് ഉണ്ട്. അതുപോലെ തന്നെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇംഗിൾസ്, ശ്രേയസ് അയ്യർ, സ്റ്റോയിനിസ്, ഒമ്രാസി 4 പേരുണ്ട്. അതുപോലെ ഇവിടെയും ബാറ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ ബാരിസ്റ്റോ, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ 4 പേരുണ്ട്. ബൗളിങ്ങിലാണെങ്കിൽ അതുപോലെ തന്നെ ഉണ്ട്. ഇതൊരു ഈക്വലൈസ് ആയിട്ടുള്ള ഒരു ടീമാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈക്വൽ ആയിട്ടുള്ള ഒരു ടീമാണ്. സോ ഇങ്ങനൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കും ബെറ്റർ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മുംബൈയിൽ എത്ര ബോളേഴ്സ് ഉണ്ട്? 3 ബോളേഴ്സ് ഉണ്ട്. അതുപോലെ പഞ്ചാബിന് എത്ര ബോളേഴ്സ് ഉണ്ട്? 3 ബോളേഴ്സ് ഉണ്ട്. 3 ബോളേഴ്സും മാക്സിമം എങ്ങനെ പോയാലും 3 ബൗളേഴ്സും കൂടെ ഏകദേശം 10 ഓവർ തീർച്ചയായിട്ടും എറിയും. കാരണം നമ്മൾ ഹർഷദീപ് 4 ഓവർ കൺഫേം ആണ്, ഒമ്രാസി ഒരു 3 ഓവർ എറിയും, അതുപോലെ തന്നെ സ്റ്റോണിസ് എന്തായാലും 3 ഓവർ എറിയും. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 10 ഓവർ 2 പേരും കവർ ചെയ്യും. അതുപോലെ തന്നെ ടോപ്പ് ഓർഡറാണ് അത്യാവശ്യം. ബാറ്റിങ്ങിലാണെങ്കിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റോണിസ് പെട്ടെന്ന് കയറി വരും, ഒമ്രാസി പെട്ടെന്ന് കയറി വരും, അപ്പോൾ ബാറ്റിംഗ് കിട്ടും. സോ അങ്ങനെ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു ടീമുമായിട്ട് നിങ്ങൾ ഫാൻറ്റസി ലീഗിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിന്നിങ് പോസിബിലിറ്റീസ് ഉണ്ട്. ഈ ഒരു ടീം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ നല്ല ടീം വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്ത് തന്നു എന്നേ ഉള്ളൂ. അത് സോ നിങ്ങളുടെ രീതിക്ക് ആക്കിയിട്ട് നിങ്ങളൊരു ടീം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏണിയായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.